വിലാപങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അയ്യോ, യഹോവ സീയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ? അവൻ ഇസ്രായേലിന്റെ മഹത്വം ആകാശത്തു നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു. തന്റെ കോപ ദിവസത്തിൽ അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യെഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു. തന്റെ വലങ്കൈ അവൻ ശത്രുവിൻ മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു. ചുറ്റും ദഹിപ്പിക്കുന്ന ജാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ശത്രു എന്ന പോലെ അവൻ വില്ലു കുലച്ച്, വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി. കണ്ണിന് കൗതുകമുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. സീയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. അവളുടെ അരമനകളെയൊക്കെ മുടിച്ചു, അവളുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു. യെഹൂദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞ് തന്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ ഉത്സവവും സബതും മറയ്ക്കുമാറാക്കി. തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു. കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞ് തന്റെ വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവയുടെ ആലയത്തിൽ ആരവം ഉണ്ടാക്കി. യഹോവ സീയോൻ പുത്രിയെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു. അവൻ അളന്നു നശിപ്പിക്കുന്നതിൽ നിന്നും കൈ പിൻവലിച്ചില്ല. അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി. അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു. അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു. അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. അവളുടെ രാജാവും പ്രഭുക്കന്മാരും ന്യായപ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു. അവളുടെ പ്രവാചകന്മാർക്ക് യഹോവയിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല. സിയോൻ പുത്രനും മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരൂശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. എന്റെ ജനത്തിൻ പുത്രിയുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്തു. കണ്ണു മങ്ങിപ്പോകുന്നു. എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹിതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെ എന്ന് അമ്മമാരോട് ചോദിക്കുന്നു. യെരൂശലേം പുത്രിയെ, ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു? എന്തോത്തിനെ നിന്നോട് സദൃശ്യമാക്കേണ്ടു? സിയോൻ പുത്രിയായ കന്യകേ, ഞാൻ നിന്നെ ആശ്വസിപ്പിപ്പാൻ എന്തൊന്ന് നിന്നോട് വമ്പിക്കേണ്ടു? നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു. ആർ നിനക്ക് സൗഖ്യം വരുത്തും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് പോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരൂശലേം പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തി എന്നും സർവമഹിത തലമോദം എന്നും വിളിച്ചു വന്ന നഗരം ഇത് തന്നെയോ എന്ന് ചോദിക്കുന്നു. നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വാ പിളർക്കുന്നു. അവർ ചൂളകുത്തി പല്ല് കടിച്ചു. നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇതുതന്നെ. നമുക്ക് സാധ്യമായി നാം കണ്ടുരക്ഷിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. കരുണ കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ച് വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സീയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുതേ. നിന്റെ കൺമണി വിശ്രമിക്കേമരുത്.
രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കറുത്ത സന്നിധിയിൽ പകരുക. വീതികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. യഹോവേ, ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തെന്ന് ഓർത്ത് കടാക്ഷിക്കണമേ. സ്ത്രീകൾ ഗർഭഫലത്തെ കയ്യിൽ താലോചിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ? കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ? വീതികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു. എന്റെ കന്യകമാര് വിനക്കാരും വാളുകൊണ്ട് വീണിരിക്കുന്നു. നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്ന് കരുണ കൂടാതെ അറുത്തു കളഞ്ഞു. ഉത്സവത്തിന് വിളിച്ചു കൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. യഹോവയുടെ കോപ ദിവസത്തിൽ ആരും ചാടിപ്പോയില്ല, ആരും ശേഷിച്ചതുമില്ല. ഞാൻ കയ്യിൽ താലൊളിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ?